നമുക്ക് കർഷകരുമായ കാര്യത്തിനകത്ത് അനുവദനീയമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, എല്ലായിടങ്ങളിലുണ്ട്. കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി വിളിച്ചു കൂട്ടിയ യോഗങ്ങൾക്കകത്തുൾപ്പെടെ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കേരളം മാത്രമല്ല, പല സംസ്ഥാനങ്ങളും ഉന്നയിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണിതെല്ലാം. നമ്മൾ കേരളം ചെയ്തിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്ക് ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ എന്നുള്ള ഒരു പദവി നൽകിക്കൊണ്ട് അവർക്ക് ഈ പന്നിയെ കൊന്നൊടുക്കുന്നതിനുള്ള അനുവാദം നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രം അത് കാര്യക്ഷമമായി എല്ലാം നടക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം അതിന്റെ എണ്ണം കൂടുതലായി ക്രമാതീതമായി പെരുകിയിട്ടുണ്ട്. ക്രമാതീതമായി എണ്ണം ഉണ്ടാവുന്ന വന്യമൃഗങ്ങളെല്ലാം അതിനനുസരിച്ച് അതിനെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന് കള്ളിങ് ആവശ്യമുണ്ടെങ്കിൽ ആ ജീവിയെ അത് കള്ളി ചെയ്യണമെന്നുള്ളതാണ്. ഒരു നാട്ടിൽ എല്ലാത്തിനെയും കൊന്നൊടുക്കുക എന്നുള്ള അല്ല അർത്ഥമെങ്കിൽ പോലും ഇപ്പോൾ പന്നിയുടെ കാര്യത്തിൽ മാത്രമല്ല, വിവിധങ്ങളായ വന്യജീവികൾ കൃഷിക്കും മനുഷ്യജീവനും വളരെ വലിയ നാശം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു കണക്കെല്ലാം ഉണ്ടാവുമല്ലോ. ആ കണക്കനുസരിച്ചിട്ട് എണ്ണത്തിൽ ഒരുപാട് വർധന ഉണ്ടായിട്ടുണ്ടെങ്കിൽ കള്ളിങ് നടത്തി അതിന് ക്രമീകരണം നടത്തേണ്ടതുണ്ട്. പിന്നെ കൃഷിയിടങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ വന്നെത്താതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതിന് ആവശ്യമായ സഹായങ്ങൾ ഗവൺമെന്റുകളുടെ ഭാഗത്തുണ്ടാവണം. അത് കേന്ദ്ര ഗവൺമെന്റും നല്ലവണ്ണം സഹായിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. കാലങ്ങളായി കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നത് വനം വകുപ്പ് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ കൃഷി വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പുമല്ല ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിരവധിയായ ഇടങ്ങളിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് ആ പദ്ധതികൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് ഒരു കാര്യമാണ്. അത് വനം വകുപ്പ് ചെയ്യുന്ന പദ്ധതികൾക്ക് ഉപരിയായിട്ടാണ്, പുറമെയാണ്. കൃഷി വകുപ്പ് നാളിതുവരെയും ഇക്കാര്യത്തിലൂടെ, കാരണം കൃഷി വകുപ്പിന്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യമല്ല എന്നുള്ളതുകൊണ്ട് വനം വകുപ്പാണ്. പക്ഷെ എന്നാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതോടകം ഏതാണ്ട് 50 കോടിയോളം രൂപ ഈ കാര്യത്തിന് വേണ്ടി തന്നെ ചെലവഴിക്കാൻ കൃഷി വകുപ്പിനെ കൊണ്ട് ആയിട്ടുണ്ട്. ഞങ്ങൾ കിട്ടുന്നിടത്തുനിന്നെല്ലാം സഹായം ലഭ്യമാക്കിക്കൊണ്ടാണ് ആ തരത്തിൽ അതിനുവേണ്ടി വിനിയോഗിക്കാൻ തയ്യാറായത്. അത് വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികൾക്കായിട്ടാണ് അത് നൽകിയത്. കാരണം ഞങ്ങൾ പോയിട്ട് ആ വനമേഖലയുമായി ബന്ധപ്പെട്ടിടങ്ങളിൽ കിടങ്ങ് കുഴിക്കലോ അല്ലെങ്കിൽ സോളാർ ഫെൻസിംഗ് ഏർപ്പെടുത്തലോ ഒക്കെ പ്രയാസമുള്ള കാര്യമാണെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലേക്ക് അത് ചെയ്യുന്നതിന് വേണ്ടി വിനിയോഗിച്ചത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സ്ഥാപനമായ നാഷണൽ അക്കാദമി ഫോർ അഗ്രികൾച്ചർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റുമായി ഞാൻ തന്നെ അവരുമായിട്ടൊരു ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി അവയെല്ലാം അതിൽ നിന്ന് അകറ്റുന്നതിനുള്ള ഉപകരണങ്ങൾ പലതും അവരുടെ മുൻകൈയിൽ ചില സ്റ്റാർട്ടപ്പുകൾ അത് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കേരളത്തിൽ ഏതെല്ലാം നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്നുള്ള ഒരു പരിശോധനയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് കൃഷി വകുപ്പ് കൂടി അതിൽ സഹായിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇക്കൊല്ലം തന്നെ ആ ഉപകരണങ്ങൾ കേരളത്തിലെ കാർഷിക മേഖലയിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിന് സ്ഥാപിക്കുന്നതിന് കൃഷി വകുപ്പ് തീരുമാനം കൈക്കൊണ്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേകമായുള്ള യോഗവും കേരളത്തിൽ ചേരുകയുണ്ട്. സാധ്യമാകുന്നിടത്തോളം സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഈ പരിധിയും പരിമിതികളും ഉണ്ടായിരുന്നു ഇക്കാര്യത്തിനകത്ത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃഷി വകുപ്പിന്റെ അധികാരത്തിൽ വരുന്നൊരു കാര്യമല്ല അത്. എന്നാൽ കർഷകനെ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നൊരു പ്രശ്നം നിൽക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും അങ്ങനെ പറഞ്ഞു മാത്രം മാറാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് കൃഷിയുടെ മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ടുന്ന ഫണ്ട് പോലും ഇക്കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കുന്ന തരത്തിലേക്ക് എത്തത്. ഇത് ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു ഫണ്ട് വിനിയോഗം നടക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു നിലപാടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സാധ്യമാവുന്ന എല്ലാ ഇടപെടലുകളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. UDF തെരഞ്ഞെടുപ്പിന്റെ കാലമല്ലേ, ഏത് ഭരണത്തിന്റെ കാലമാണെങ്കിലും അതിന്റെ ഭാഗമായിട്ട് വെക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾ ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവർ പറഞ്ഞു അവർ ഭരിക്കും, ഞങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. എന്താണ് യാഥാർത്ഥ്യം എന്ന് നോക്കേണ്ടതല്ലേ. എല്ലാ ഇടങ്ങളിലുമുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു പ്രശ്നമല്ലേ ഇത്. ഒരിക്കലും ഒരു മനുഷ്യജീവനും പൊലിഞ്ഞു പോകാൻ പാടില്ലാത്തതാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാകുമ്പോൾ. അങ്ങേയറ്റം വേദനാജനകമായ ഒരു സംഭവമാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. പലയിടങ്ങളിലും നമ്മൾ അവിടെയല്ല മറ്റിടങ്ങളിൽ പോലും ഇങ്ങനെ വൈദ്യുതി പ്രവഹിപ്പിച്ചതൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചില പൊരുത്തക്കേടുകളും ചില പിഴവുകളും സംഭവിച്ച് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും പറഞ്ഞിട്ടുണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. എവിടെയാണ് അതിൽ പാളിച്ച വിട്ടെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയുന്നില്ല. അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അതിന്റെ റിപ്പോർട്ടിൽ കിട്ടുന്ന ശേഷം മാത്രമേ അതിന്റെ ഒരു കൃത്യമായി എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയുള്ളൂ. ഏതൊരു ഇത് ഭരണത്തിന്റെ പിഴവാണ് എന്നൊക്കെയെല്ലാം UDF പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് നിൽക്കുന്നുള്ളതുകൊണ്ട് മാത്രമാണ്.